മലയാളത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ പ്രതിഭ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരേ ഒരു ഭരത് മുരളി. 16 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓഗസ്റ്റ് 6-നായിരുന്നു മുരളിയെ നമുക്ക് നഷ്ടമായത്. ഗാംഭീര്യമുള്ള ശബ്ദവും സൂക്ഷ്മ അഭിനയവും കൊണ്ട് മലയാള സിനിമയെ അനശ്വരമാക്കിയ പ്രതിഭയാണ് മുരളി. വില്ലനെങ്കിൽ കൊടും വില്ലൻ, ഇമോഷണൽ സീനുകളാണെങ്കിൽ കരയിക്കും. തന്റെ അഭിനയ മികവ് മുരളിയെ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ വേറിട്ടു നിർത്തി. കൊല്ലം ജില്ലയിലെ കുടവട്ടൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ നാടകവേദിയിലെത്തി. പിന്നീട് സർക്കാർ ജീവനക്കാരനായപ്പോഴും അഭിനയവേദി തന്നെയായിരുന്നു മനസ്സിൽ. ജോലി രാജിവെച്ച് അഭിനയത്തിൽ സജീവമായി. നരേന്ദ്രപ്രസാദ് ആരംഭിച്ച നാട്യഗൃഹത്തിൽ ഏറെ സജീവമായിരുന്ന മുരളിയുടേതായി എണ്ണമറ്റ മികവാർന്ന പ്രകടനങ്ങൾ വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മിയിലെ രാവണനായിരുന്നു മുരളിയുടെ സ്റ്റേജ് പെർഫോമൻസുമായി ചേർത്ത് എപ്പോഴും അനുസ്മരിക്കപ്പെടുന്ന ഒരു കഥാപാത്രം. ഭരത് ഗോപി സംവിധാനം ചെയ്ത ഞാറ്റടി എന്ന ചിത്രത്തിലൂടെയാണ് മുരളി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. എന്നാൽ ചിത്രം പുറത്തിറങ്ങിയില്ല. തുടർന്ന് ദേശീയ അവാർഡ് ജേതാവായ അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. തുടർന്ന് ലെനിൻ രാജേന്ദ്രൻ, ഹരിഹരൻ എന്നിവർ സംവിധാനം ചെയ്ത മീനമാസത്തിലെ സൂര്യൻ, പഞ്ചാഗ്നി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പഞ്ചാഗ്നി ആദ്യം പുറത്തിറങ്ങി. അത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു ബ്രേക്ക് നൽകി. അധികം വൈകാതെ തന്നെ അദ്ദേഹം മലയാള സിനിമയിലെ ഒരു ശക്തനായി നടനായി മാറി. ജോർജ് കിട്ടു സംവിധാനം ചെയ്ത ആധാരമാണ് മുരളിയെ നായകനാക്കി ആദ്യം പുറത്തിറങ്ങിയ ചിത്രം. നായക വേഷങ്ങൾ മുതൽ വില്ലൻ വേഷങ്ങൾ വരെ വൈവിധ്യമാർന്ന വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അഭിനന്ദനങ്ങൾ നേടിയെടുത്തു. നീ എത്ര ധന്യ, ധനം, ദി കിങ്, പത്രം, ചകോരം, വീരാളിപ്പട്ട്, അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്, മീനമാസത്തിലെ സൂര്യൻ, സ്വർണം, കാരുണ്യം, സത്യം, അമരം എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ചിലതാണ്. വെങ്കലത്തിലെ ഗോപാലൻ മൂശാരിയും, ആകാശദൂതിലെ ജോണിയും, അമരത്തിലെ കൊച്ചുരാമനും, ആധാരത്തിലെ ബാപ്പുട്ടിയും അടക്കം ഉള്ളുപൊളിച്ച കഥാപാത്രങ്ങളുടെ നിരയുണ്ട് അക്കൂട്ടത്തിൽ. നെയ്ത്തുകാരനിലെ പ്രകടനത്തിന് 2002 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. 4 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും 2 തവണ സഹനടനുള്ള പുരസ്കാരവും മുരളിയെ തേടിയെത്തി. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു. 5 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായിരുന്നു. 2000-ന് ശേഷം അദ്ദേഹത്തിലെ നടനെ മതിക്കുന്ന സിനിമകൾ കുറവായിരുന്നു. സിനിമ അഭിനയത്തോടുള്ള മതിപ്പില്ലായ്മയിലേക്കും അത് അദ്ദേഹത്തെ എത്തിച്ചിരുന്നു. സ്റ്റേജിൽ നിന്നെത്തിയ പല വലിയ നടന്മാരെയും പോലെ നാടകമാണ് സിനിമയേക്കാൾ അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചിരുന്നത്. മുരളി എന്ന അഭിനേതാവിനെ മലയാള സിനിമ അതിന്റെ എല്ലാ സാധ്യതകളെയും കൂടി ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. മുരളിയുടെ അകാല മരണത്താൽ മലയാള സിനിമയിലെ ഒരു തലമുറയ്ക്ക് നഷ്ടമായത് ഒരു അഭിനയ വിദ്യാലയമാണ്. വർഷങ്ങൾ കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളും കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു.